നൂറുകണക്കിന് വോട്ടാണ് ചേർത്തിട്ടുള്ളത്. BJP നേതാവിൻ്റെ വീടാണെന്ന് വളരെ കൃത്യമാണ്. ലോക്കൽ BJP നേതാവാണ്. നൂറുകണക്കിന് വോട്ട് അവിടെ ചേർത്തിരിക്കുന്നു. അതിൽ ആരൊക്കെ ആരുമായിട്ട് എന്ത് ബന്ധം എന്നൊന്നും ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങ് ചേർത്തിരിക്കുക. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞത്, UP-യിലും ഹരിയാനയിലും ഒരേപോലെ വോട്ടുള്ള BJP നേതാക്കന്മാരുടെ പടം. UP-യിൽ സർപഞ്ചാണ് ഒരാൾ, BJP-യുടെ സർപഞ്ചാണ്, പഞ്ചായത്ത് പ്രസിഡന്റാണ്. അതേയാൾ ഇവിടെ ഹരിയാനയിൽ BJP-യുടെ ഇതിൽ വോട്ട് ലിസ്റ്റിൽ വന്നു. ചില സ്ഥലങ്ങളിൽ അച്ഛൻ്റെ പേര് മാറ്റും, ചില സ്ഥലങ്ങളിൽ അച്ഛൻ്റെ പേര് മാറ്റൂല. അച്ഛൻ്റെ പേരും വീട്ടുപേരും ഒക്കെ ഒന്ന് തന്നെ, രണ്ട് സ്ഥലത്ത് വോട്ട് ചെയ്യാം. എങ്ങനെയാണ് സംഭവിച്ചത്? ഇതിനോടൊപ്പം അദ്ദേഹം കാണിച്ചൊരു കാര്യം, കേരളത്തിൽ നമുക്കൊക്കെ പരിചയമുള്ള ശ്രീ ഗോപാലകൃഷ്ണൻ, BJP നേതാവ് ഗോപാലകൃഷ്ണൻ, തൃശ്ശൂരിൽ നമ്മളൊക്കെ കേട്ട ഒരു പത്രസമ്മേളനമാണ്. അതിൽ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് ചേർക്കും, ജമ്മു കാശ്മീരിൽ നിന്ന് വരെ ആളെ കൊണ്ടുവന്ന് ഞങ്ങൾ ചേർക്കും, ഞങ്ങൾ ജയിക്കും. തൃശ്ശൂർ ഞങ്ങൾ അങ്ങനെയാണ് കാണിച്ചത്, ഇനിയും കാണിക്കും, നിങ്ങൾ കണ്ടുവെച്ച പിടിക്കുക. ഇത് പറഞ്ഞ ആൾ ഇപ്പോഴും ഒരു FIR പോലും ഇല്ലാതെ ഈ രാജ്യത്ത് ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരിൽ രാജ്യദ്രോഹത്തിന് കേസെടുക്കുന്നുണ്ട്. കാശ്മീരിൽ നിന്ന് ആളെ കൊണ്ടുവന്ന് കേരളത്തിൽ വോട്ട് ചെയ്യിക്കുന്നു പറഞ്ഞ ആളെ പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ നിർത്താൻ കഴിയും, ഇന്ത്യയിൽ നിർത്താൻ കഴിയുക? അയാൾക്കെതിരെ ഒരു നടപടിയും ഇന്നുവരെ ഉണ്ടായിട്ടില്ല, ചോദ്യം ചെയ്യൽ പോലും ഉണ്ടായിട്ടില്ല.